ഹായ് ഹലോ, നിങ്ങൾക്ക് യൂട്യൂബർ ആണെന്ന ആഗ്രഹമുണ്ടോ? നാട്ടുകാർ സഹായിച്ചാലും സ്വന്തക്കാർ നമ്മളെ ഒരിക്കലും അംഗീകരിക്കില്ല കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനി സന്തോഷ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്താലും ഒരിക്കലും നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേ വേണ്ട. ആരുടെ കയ്യിൽ നിന്നും ഒരു സപ്പോർട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേ വേണ്ട. അപ്പോൾ നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. നാട്ടുകാർ നമ്മളെ അതായത് വേറുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ചാനൽ കാണുകയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെ ബന്ധുക്കൾ ആരും തന്നെ നമ്മുടെ വീഡിയോ കാണാൻ തയ്യാറാവുകയില്ല. പക്ഷേ നമ്മുടെ കുറ്റം പറയും. നമ്മളെ കാണുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തി നമ്മളെ കുറ്റം പറയും. നീ എന്താ അതിനകത്ത് ആ കോപ്രായങ്ങൾ കാണിച്ചു വച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ നമ്മളെ കുറ്റപ്പെടുത്തും. അതേ അവരെ കൊണ്ട് പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആകണമെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് വരിക. അത് മറ്റുള്ളവരുടെ അനുവാദം ലഭിച്ചിട്ട് വരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയാസവും ഇല്ല കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസവും ഇല്ല. നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ എനിക്ക് ഈ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ സാധാരണ ഫോണിൽ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വേറെ രീതിയിലുള്ള വീഡിയോസ് അതിനകത്ത് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ ഒന്ന് സഹായിച്ചു തരും കേട്ടോ കാര്യങ്ങളൊക്കെ. അല്ലാതെ വേറെ സഹായിക്കാനോ ആരും തന്നെ ഇല്ല. എന്നിട്ടും എനിക്കൊരു വാശിയാണ്. എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണം. ആദ്യത്തെ പൈസ കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കാൻ പറ്റണം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. എത്ര രൂപ കിട്ടുമെന്നോ എന്തെന്നോ എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ ഈ ആഗ്രഹം എൻ്റെ അണ്ണനോട് പറഞ്ഞപ്പോൾ എൻ്റെ അണ്ണൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ, ഹസ്ബൻഡിനെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഡി സെയിം, അതേ ആഗ്രഹം തന്നെയാണ് എനിക്കും, നിൻ്റെ അതേ ആഗ്രഹം തന്നെയാണ് എനിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ പണക്കാരായിട്ടല്ല കേട്ടോ. അപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പം നമ്മൾ പണക്കാരോ നമുക്ക് ഒരുപാട് പൈസ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്കൊരാഗ്രഹം, ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഏതെങ്കിലും അനാഥാലയത്തിൽ, നമ്മുടെ ഇവിടെ തന്നെ ഒത്തിരി അനാഥാലയങ്ങളുണ്ട് കേട്ടോ, അതിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാനായിട്ട് നൽകണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം അത് എത്ര രൂപ കിട്ടുമെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ആഗ്രഹം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇതേ പോലെയാണ് ആഗ്രഹമെന്ന്. അപ്പോൾ നമ്മൾ പണ്ടേ പറയും, നമുക്ക് ലോട്ടറി അടിച്ചാൽ ഇതേ പല്ലവിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പക്ഷേ ഒരുപാട് ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇന്നേ വരെ അടിച്ചിട്ടില്ല. അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അടിക്കത്തുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീടില്ല. അപ്പം അത് വയ്ക്കണം, അതൊന്നാമത്തെ ആഗ്രഹം. പക്ഷെ അതിൽ നിന്നും വലുത് നമുക്ക് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു ഇതോടു കൂടിയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വരുമാനം ഏകദേശം 3 മാസമോ കഴിയുമ്പോൾ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ 1000 സബ് കഴിഞ്ഞാൽ പിന്നെ വാച്ച് അവർ നമുക്ക് പ്രധാനമാണ്. വാച്ച് അവർ നമുക്ക് ഒത്തിരി ഇനിയും കിട്ടാനുണ്ട്. അപ്പം സബ്ബൊക്കെ കഴിഞ്ഞു, പ്രശ്നമില്ലാതെ പോയി. പക്ഷേ വാച്ച് അവറാണ് നമുക്ക് ഇനിയും കൂടാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സഹായം അതിനെനിക്ക് അത്യാവശ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കത്തില്ല എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ പ്രവർത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതാണ്, എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങളാണ്. എൻ്റെ കൊച്ചിലെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. കൊച്ചു വീട്,
പാവപ്പെട്ട ആൾക്കാർ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്ക് വലുതായപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹങ്ങൾ കിട്ടി. പക്ഷേ നമുക്ക് പണം വേണം കേട്ടോ. പണം ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പണമില്ലാത്തവർ പിണം എന്ന് പറയുന്നത് പോലെ പണമാണ് എല്ലാത്തിനും മുഖ്യം. അപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കൂ. പക്ഷേ അതിനകത്ത് പണമുള്ളവർ എത്രയോ പേര് അടിച്ചു പിരിയുന്നവരുണ്ടല്ലേ. അപ്പം എല്ലാം വേണം. സ്നേഹബന്ധവും വേണം, പണവും വേണം, എല്ലാം വേണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സ്നേഹിക്കുക, എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. ഞാനപ്പോൾ ഇതാണ് പറഞ്ഞു വന്നത്. അപ്പം നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് കാണും കേട്ടോ. അപ്പോൾ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നെ ഇതണക്കൊല്ലാണ് കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക്, എൻ്റെ ബന്ധുക്കൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്നെ പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ പിന്നെ എന്ത് കോപ്രായങ്ങളാണ് നീ ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ, എന്ത് കോപ്രായം, അങ്ങനെ ഞാൻ വേറെ കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് തള്ളും കേട്ടോ. അപ്പം പക്ഷേ ഈ പറയുന്നവർക്ക് ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് കുറച്ച് സംസാരിക്കാനോ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാനോ അവർക്ക് പറ്റുമോ? ഇല്ല കേട്ടോ. അപ്പം എന്തിനാണ് ബാക്കിയുള്ളവരെ കൂടെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഞാൻ ആരെയും എന്നെ ഒരുപാട് പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് സപ്പോർട്ട് എന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ധൈര്യമായിട്ട് പറഞ്ഞു, ഈ ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോകും, നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കൊരു ബലം തന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇന്ന് ഇത്രയും സബ്സ്ക്രൈബർ വരെ എത്തി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം, നിങ്ങളാണ് എന്നെ ഇത്രയും ആക്കിയത്. അപ്പോൾ ഇത്രയും ആക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി വലുതായി എന്നൊന്നും അല്ല കേട്ടോ. ഇത്രയും സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയതേ. അപ്പം ഇത്രയും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെ, എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. 1K സബ്സ്ക്രൈബ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരിക. അപ്പം സ്വന്തമായി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല കണ്ടൻറ്റൊക്കെ ഒപ്പിച്ച്, നല്ല നല്ല കണ്ടൻറ്റുകൾ ഒപ്പിച്ച് നിങ്ങൾ വീഡിയോ ഇടുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. ഉറപ്പ്, പൂർണ്ണ ഉറപ്പ്. അപ്പോൾ ആരും മടിച്ച് നിൽക്കേണ്ട. നമുക്ക് ഇത് എത്രയോ പേർക്കൊരു വരുമാനമാണ് യൂട്യൂബ് നൽകുന്നത് അല്ലേ. യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുപാട് പേർക്ക് ഒത്തിരി വരുമാനങ്ങൾ നൽകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കും അതിലൊരു വരുമാനം പങ്കുപറ്റാൻ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം നിങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്യാം. ബൈ, സിനി സന്തോഷ്.